അമീസസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്നാണ്. കേരളത്തെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ടുള്ളത്. 1956 നവംബർ 1. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര? കേരളത്തിൻ്റെ മൊത്തം വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ മൊത്തം വിസ്തീർണം. കേരളത്തിൽ മൊത്തം എത്ര ജില്ലകളുണ്ട്? കേരളത്തിൽ ആകെ എത്ര ജില്ലകളാണ്? 14 ജില്ലകളാണ് കേരളത്തിൽ ആകെയുള്ളത്. കേരളത്തിൽ ആകെ 14 ജില്ലകളാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഏറ്റവും വലിയ ജില്ല ഏത്? പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഏറ്റവും വലിയ ജില്ല പാലക്കാട്, ചെറിയ ജില്ല ഏത്? ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. അടുത്തത്, ജനസംഖ്യ കൂടിയ ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല. ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജില്ലയാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല, ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാട് ജില്ലയാണ്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ജില്ലയുമാണ്. കേരളത്തിൽ എത്ര താലൂക്കുകളാണുള്ളത്? കേരളത്തിൽ ആകെ എത്ര താലൂക്കുകളാണുള്ളത്? കേരളത്തിൽ ആകെ 77 താലൂക്കുകളാണുള്ളത്. കേരളത്തിൽ ആകെ 77 താലൂക്കുകളാണ് ഉള്ളത്. കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? കേരളത്തിൽ ആകെ എത്ര ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്? 941 ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ ആകെ ഉള്ളത്. കേരളത്തിൽ ആകെ 941 പഞ്ചായത്താണ് ആകെ ഉള്ളത്. കേരളത്തിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ള ജില്ല ഏത്? മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല. കുറവ് ഗ്രാമപഞ്ചായത്തുള്ള കേരളത്തിലെ ജില്ല ഏത്? വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ളത്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുള്ള കേരളത്തിലെ ജില്ല വയനാട് ജില്ലയാണ്. കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റികളാണ് മൊത്തമുള്ളത്? കേരളത്തിൽ ആകെ എത്ര മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്? കേരളത്തിൽ ആകെ 87 മുനിസിപ്പാലിറ്റികളാണ് നിലവിലുള്ളത്. കേരളത്തിൽ ആകെ 87 മുനിസിപ്പാലിറ്റികളാണുള്ളത്. കേരളത്തിൽ മൊത്തം എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്? കേരളത്തിൽ ആകെ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്? 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ തൃശ്ശൂർ ജില്ലയിലാണ്. കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏത്? കേരളത്തിൽ കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? വയനാട് ജില്ലയിലാണ് കേരളത്തിൽ കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളത്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ വയനാട് ജില്ലയിലാണുള്ളത്. കേരളത്തിൽ മൊത്തം എത്ര കോർപ്പറേഷനുകളുണ്ട്? കേരളത്തിൽ ആകെ എത്ര കോർപ്പറേഷനുകളാണുള്ളത്? കേരളത്തിൽ ആകെ 6 കോർപ്പറേഷനുകളാണുള്ളത്. കേരളത്തിൽ ആകെ 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏത്? കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏത്? തിരുവനന്തപുരം കോർപ്പറേഷനാണ് കേരളത്തിൽ ഉള്ള കോർപ്പറേഷനുകൾ വെച്ച് ഏറ്റവും വലിയ കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഏറ്റവും വലിയ കോർപ്പറേഷൻ. ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ഏത്? കണ്ണൂർ കോർപ്പറേഷനാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ. കണ്ണൂർ കോർപ്പറേഷനാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ.
കേരളത്തിൽ മൊത്തം എത്ര നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്? കേരളത്തിൽ മൊത്തം എത്ര നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്? കേരളത്തിൽ മൊത്തം 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. മൊത്തം 140 നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏതാണ്? ഉടുമ്പൻചോല. ഇടുക്കിയിലുള്ള ഉടുമ്പൻചോലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ നിയമസഭാ മണ്ഡലം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നിയമസഭാ മണ്ഡലം ഏതാണ്? മമ്പേശ്വരം ആണ് ഏറ്റവും ചെറിയ നിയമസഭാ മണ്ഡലം. കാസർഗോഡുള്ള മമ്പേശ്വരമാണ് ഏറ്റവും ചെറിയ നിയമസഭാ മണ്ഡലം. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ സീറ്റുകൾ. കേരളത്തിൽ നിന്നും എത്ര ലോക്സഭാ സീറ്റുകളാണുള്ളത്? കേരളത്തിൽ ആകെ എത്ര ലോക്സഭാ സീറ്റുകളാണുള്ളത്? 20 ലോക്സഭാ സീറ്റുകളാണ് കേരളത്തിൽ നിന്നുള്ളത്. കേരളത്തിൽ നിന്ന് 20 ലോക്സഭാ സീറ്റുകളുണ്ട്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകൾ. കേരളത്തിൽ നിന്നും എത്ര രാജ്യസഭാ സീറ്റുകളാണുള്ളത്? കേരളത്തിൽ നിന്നും എത്ര രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത്? 9 രാജ്യസഭാ സീറ്റുകളാണ് കേരളത്തിൽ നിന്നുമുള്ളത്. 20 ലോക്സഭാ സീറ്റുകളും 9 രാജ്യസഭാ സീറ്റുകളുമാണ് കേരളത്തിൽ നിന്നുമുള്ളത്. കേരളത്തിലെ നദികളുടെ എണ്ണം. കേരളത്തിൽ ആകെ എത്ര നദികളാണുള്ളത്? കേരളത്തിൽ ആകെ 44 നദികളാണ് ഉള്ളത്. കേരളത്തിൽ ആകെ 44 നദികളാണ് ഉള്ളത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ. ഈ 44 നദികളിൽ എത്ര നദികളാണ് പടിഞ്ഞാറേ ഭാഗത്തോട്ട് ഒഴുകുന്നത്? 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 44 നദികളിൽ 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. എത്ര നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്? ബാക്കി 3 നദികൾ. 41 പടിഞ്ഞാറോട്ടും ബാക്കി വരുന്ന 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. അവ കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി. 244 കിലോമീറ്റർ. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. 244 കിലോമീറ്റർ. കേരളത്തിലെ ചെറിയ പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ മഞ്ചേശ്വരം പുഴയാണ്. 15 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ മഞ്ചേശ്വരം പുഴയാണ്. 15 കിലോമീറ്റർ. കേരളത്തിൽ എത്ര കായലുകളാണുള്ളത്? കേരളത്തിൽ ആകെ എത്ര കായലുകളാണുള്ളത്? കേരളത്തിൽ ആകെ 34 കായലുകളാണുള്ളത്. കേരളത്തിൽ ആകെ 34 കായലുകളാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ 34 കായലുകളിൽ ശുദ്ധജല കായലുകൾ ഏതാണ്? ഈ 34 കായലുകളിൽ ശുദ്ധജല കായലുകൾ ഏതാണ്? 7 എണ്ണവും ശുദ്ധജല കായലുകളാണ്. 34 എണ്ണത്തിൽ 7 എണ്ണം ശുദ്ധജല കായലുകളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.